മനുഷ്യബന്ധത്തിൻ്റെ ശക്തിയും ദയയുടെ മഹത്വവും. തിരക്കേറിയ നഗരത്തിൽ ജോർജ് എന്ന അന്ധനായ ഒരു പിയാനോ വായനക്കാരൻ തെരുവു കോണുകളിൽ നിന്ന് പിയാനോ വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുന്ദര സംഗീതം ധാരാളം ആളുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിലും അയാൾ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഒരു ദിവസം മൈക്കിൾ എന്ന ബിസിനസ്സുകാരൻ ജോർജിൻ്റെ സംഗീതത്തിൽ ആകൃഷ്ടനായി. ജോർജിൻ്റെ വിരലുകൾ പിയാനോയിൽ നൃത്തം ചെയ്യുന്നത് കണ്ട് മൈക്കിൾ ആശ്ചര്യപ്പെട്ടു. പക്ഷേ ജോർജിൻ്റെ വസ്ത്രമെല്ലാം കീറിപ്പറിഞ്ഞിരുന്നു. അയാൾ ജോർജിന് പുതിയ വസ്ത്രവും ഷൂസും വാങ്ങി നൽകി. ഒരു പുതിയ പിയാനോയും വാങ്ങി നൽകി. കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ ജോർജിൻ്റെ പിയാനോ വായന അവൻ്റെ കഴിവുകളെ പ്രദർശിപ്പിക്കുന്നതിന് മാത്രമല്ല, ഒരു ജീവിതമാർഗം കൂടിയാണെന്ന് മൈക്കിൾ മനസ്സിലാക്കി. ധാരാളം കഴിവുള്ള ആളുകൾ ദരിദ്രരായി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മൈക്കിൾ തൻ്റെ ധനവും കഴിവുകളും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി വിനിയോഗിക്കുവാൻ ഒരു പ്രാദേശിക സന്നദ്ധ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ മൈക്കിൾ തൻ്റെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യം കണ്ടെത്തി. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരു നിമിഷം മാത്രമേ ആവശ്യമുള്ളൂ. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർക്കു മാത്രമല്ല, സഹായിക്കുന്ന നമുക്കും നന്മയുണ്ടാവുകയാണ്. അവരെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് പുതിയ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്താൻ കഴിയും. മാനവ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരുപാട് പേരുടെ ദയാപൂർവമായ പ്രവർത്തികളിലാണ്. ഇത് മനുഷ്യബന്ധത്തിൻ്റെ ശക്തിയും ദയയുടെ മഹത്വവും പരസ്പരം ജീവിതത്തിൽ നമുക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനവും വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യർ പരസ്പരം ബന്ധിതരാണ്. ആർക്കും തനിയെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ഏതൊരു മനുഷ്യനും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നത് സ്വയം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ തൃപ്തി നൽകുന്നതാണ്. ചിലർക്ക് എല്ലാം സ്വയം അനുഭവിക്കാനാണ് ഇഷ്ടം. ചിലർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് ഇഷ്ടം. ചിലർക്ക് മറ്റുള്ളവരുടെ നന്മയിൽ അസൂയയുണ്ടാവും. ചിലർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറാവും. ഇവ രണ്ടും വ്യത്യസ്തമായ രണ്ട് ജീവിത രീതികളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഈ ആനന്ദം ലഭ്യമാവില്ല. അവർ മിക്കപ്പോഴും അതൃപ്തരും നിരാശരുമാവും.